ഇർഫാനയുടെ വീട്ടിൽ നിന്നാണ് ഇനി ഭൗതിക ശരീരം ഹാളിലേക്ക് എത്തിക്കാനുള്ളത്. അവിടെ അരുൺ ശങ്കറുണ്ട്. അരുൺ, ഇർഫാനയുടെ ഭൗതികദേഹം ഉടൻ തന്നെ അവിടെ നിന്നും ഹാളിലേക്ക് എത്തിക്കുമോ? ഐക്യവും സന്തോഷവും നീ നിലനിർത്തണേ പടച്ചവനെ പടച്ചവനെ കുഞ്ഞുമോളെ കൂടെ ഞങ്ങളെയും തരേണമേ തമ്പുരാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ. അരുൺ ശങ്കറെ കേൾക്കാമെന്ന് കരുതുന്നു. ഇർഫാൻ അഷറിന്റെ വീട്ടിൽ നിന്നും ഭൗതികദേഹം ഉടൻ തന്നെ ഹാളിലേക്ക് എത്തിക്കുമോ? പോവുകയാണ്. പ്രാർത്ഥന ചടങ്ങുകൾ അവസാനിക്കുകയായി. ഇപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹം ആംബുലൻസിലേക്ക് മാറ്റും. കാണാനുള്ളതെല്ലാം കണ്ട് കഴിഞ്ഞു. അവിടെയും പ്രാർത്ഥനകൾ, അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അന്ത്യോപചാരം അർപ്പിക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത് ഇർഫാനയുടെ വീട്ടിൽ. ശേഷം ആംബുലൻസിലേക്ക് മാറ്റാം. ആയിഷയും ഇർഫാനെയും ഹൃദയും നിതയും നമ്മൾ ഇന്നലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ് അവരുടെ യാത്ര. ഇപ്പോഴത്തെ ചേതനയറ്റ യാത്രയാണ്. ഒരുമിച്ചായിരുന്നു ഇന്നലെ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതെങ്കിൽ അവരിതാ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ വീടുകളിൽ നിന്നും ചേതനയറ്റ് കരിമ്പനക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിനായി പോവുകയാണ്. സ്വന്തം വീട്ടിലെ അവസാന നിമിഷവും പിന്നിട്ട് അവർ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു ഓരോരുത്തരായി. ഇനി ഇർഫാനയുടെ വീട്ടിൽ നിന്നും ഭൗതികദേഹം കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. അവിടെ നിന്നും ഇനി കരിമ്പനക്കൽ ഹാളിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. പൊതുദർശനമുണ്ടായിരിക്കും അവിടെ. അതിനുശേഷം 10 മണിയോടെയായിരിക്കും തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കമുണ്ടാവുക. 4 പേരെയും ഒരുമിച്ചാണ്, ഒരേ പള്ളിയിലാണ് ഖബറടക്കം നടത്തുക. ഹലോ ഹലോ അരുൺ ശങ്കർ ചേർന്നു. അരുൺ, കേൾക്കാം, പറയൂ. സംസാരിക്കാം, പിന്നെന്താ? അരുൺ, കേൾക്കാം, പറയൂ. കണ്ണീരണിഞ്ഞ കാഴ്ചയാണ്. എല്ലാവരും ഉള്ളിലെ സങ്കടം പെരുമഴയായി കണ്ണീർ ചാലുകളായി ഒഴുക്കിക്കൊണ്ട് അവസാന യാത്ര അയക്കുകയാണ്. ഓരോരുത്തരായി കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തുന്നു. അവസാന യാത്ര അവിടെ നിന്നാണ് പള്ളിപ്പറമ്പിലേക്ക് പോവുക. ഇർഫാന, ആയിഷ, റിത, നിത 7 സുഹൃത്തുക്കളിൽ 4 പേരെയാണ് നഷ്ടപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, നടന്നു വരുന്ന അവസാന വരവിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അജിന എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര്. അജിനയാണ് രക്ഷപ്പെട്ടത്. ഈ 4 പേരും ഒരാൾ അമ്മയുടെ കൺമുന്നിൽ വെച്ച് ലോറിക്കടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിദാരുണമായ സംഭവം. വൈകിട്ട് 4 മണിക്കായിരുന്നു അപകടം. ഈ അപകടത്തിൽ ഇവരെങ്ങനെയെങ്കിലും അതിനിടയിൽ രക്ഷപ്പെട്ട് വരണേ എന്ന പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പക്ഷെ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിക്കൊണ്ട് ഈ 4 പേരെയും നഷ്ടമാകുന്നതായിരുന്നു പിന്നീട് നമ്മൾ അറിഞ്ഞ വാർത്ത. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ശരീരങ്ങൾ രാവിലെ പുലർച്ചെയോടെ ഭവനങ്ങളിൽ, സ്വവസതികളിൽ എത്തിക്കുകയായിരുന്നു. അവിടെ കുറച്ച് സമയം പൊതുദർശനത്തിന് ശേഷം ഇപ്പോഴിതാ കരിമ്പനക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവന്നിരിക്കുന്നു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ 4 മണിക്കുണ്ടായ ഈ അപകടത്തിൽ 4 പേരെയും നഷ്ടമായതറിഞ്ഞ് നെഞ്ചുപൊട്ടിയിരിക്കുന്ന മലയാളികൾക്ക് പിന്നീട് അവർ കാത്തിരുന്നത്, ഇവരൊക്കെ ബന്ധുക്കളൊക്കെ എങ്ങനെയാണ് ഇതിനോട് പൊരുത്തപ്പെടുക എന്ന കാഴ്ച കാണാൻ, ആ വിവരങ്ങൾ അറിയാനാണ്. സങ്കട പകലിലേക്കാണ് ഉണർന്നെഴുന്നേറ്റത് തന്നെ. ആ നിമിഷം മുതൽ എല്ലാവരും കാണുകയാണ് ഈ സുഹൃത്തുക്കളടക്കമുള്ളവരൊക്കെ എങ്ങനെ ഇതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു എന്നത്.
നിലവിളികളുമായി സുഹൃത്തുക്കളൊക്കെ വീടുകളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. വീണ്ടും വീണ്ടും അവർ വിളിച്ചുണർത്താനെന്നോണം വിളിക്കുന്നുണ്ടായിരുന്നു. പേരെടുത്ത് വിളിച്ച് ഓരോരുത്തരെയും വിളിക്കുന്നു കൂട്ടുകാർ. ഇനി ഒരിക്കലും തിരികെ വരില്ല, ഒപ്പമുണ്ടാകില്ല എന്ന അറിവിൽ പോലും അവരൊക്കെ അത് ഉൾക്കൊള്ളാനാവാതെ സങ്കടപ്പെടുന്ന കാഴ്ച അതെല്ലാവരെയും പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണ്. ഹൃദയമുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയുന്ന കാഴ്ചകളല്ല. കരിമ്പനക്കൽ ഹാളിലേക്ക് ഇതായി എത്തിയിരിക്കുന്നു. 3 പേരാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. ഇനി ഒരാൾ കൂടി അങ്ങോട്ടേക്ക് വരാനുണ്ട്. അന്ത്യശുശ്രൂഷകൾ ഭവനങ്ങളിൽ നടക്കുകയാണ്.